ഹിന്ദു സമൂഹത്തിന് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണം എന്താണ്? ഉത്തരം ലളിതം. നമ്മുടെയൊക്കെ നട്ടെല്ലിന്റെ കശേരുക്കളുടെ 2 ഭാഗത്തും തേയ്മാനം വന്നുപോയി. ഇനി ഏതെങ്കിലും കായകൽപ്പ ചികിത്സ ചെയ്തിട്ട് ഈ നട്ടെല്ലൊക്കെ ഒന്ന് നേരെയാക്കണം. അതന്നെ, വേറെ ഒരു മറുപടിയില്ല. തന്നെയാണ്. അവിടെ എല്ലാവരും ഒന്ന് നിവർന്നു കൊടുക്കാൻ തപ്പി നോക്കുക, എന്താ സാധനം ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ ഇതില്ല കാരണം. എന്ത് സംശയമില്ല പറയാൻ പറ്റും. ഓരോരുത്തരുടെ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ പോയി സംസാരിക്കുകയാണെങ്കിൽ എന്തൊരു ധാർമ്മിക രോഷാന്നറിയോ. ഇന്ന് വിപരീത വിവേചനമാണ്, ഇവിടെ നീതിയില്ല, ഇവിടെ എല്ലാം മതത്തിന്റെ പേരിലാണ് വാരിക്കോരി കൊടുക്കുന്നത്, എന്തൊരു അനീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായി പ്രസംഗിക്കും. കഷ്ടകാലത്തിന് ഒരു പൂച്ചയോ മറ്റോ ചാടിയപ്പോ ജനവാതിലിന്റെ ഒരു പോള തുറന്നു പോയി എന്ന് കണ്ടാൽ ഒട്ടന മാറ്റി അവൻ ശബ്ദം അപ്പോഴത്തേക്കൊരു മുഖം മൂടി അണിയും. മതേതരത്വത്തിന്റെ മുഖം മൂടി. ഈ ജാട, ഈ കൃത്രിമത്വം ഇന്ന് നമുക്കില്ലാണ്ടാവും. നമുക്ക് അകത്തും പുറത്തും എന്നേ പറയാനുള്ളൂ, നമുക്ക് എവിടെയും എന്നേ ആശയം പറയാനുള്ളൂ. ആ ഒരു തന്റെ ഇടം നമുക്ക് ഇന്ന് വന്നു ചേരും. ഇവിടെ മനുഷ്യനെ കാണണം. ഇവിടെ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ മുസൽമാനെയോ അല്ല, ഇവിടെ മനുഷ്യനെ കാണണം. മനുഷ്യനെ കാണാനുതകുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥകളും വിദ്യാഭ്യാസ സമ്പ്രദായവും വരണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ ഓരോ മേഖലയിലും കടന്നുകയറ്റങ്ങൾ സംഭവിക്കും, പിടിച്ചടക്കലുകൾ സംഭവിക്കും, തിരസ്കരണങ്ങളും സംഭവിക്കും. ഈ പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. വ്യക്തമായി അപഗ്രഥിച്ച് തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യം, നമുക്ക് ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള മാർഗം എന്താണെന്നാണ്. ധർമ്മശാസ്ത്രങ്ങളെ നല്ലതുപോലെ പഠിക്കുക. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക. അതിൽ നിന്ന് ലഭിക്കുന്ന ജീവിത വീക്ഷണം ഉൾക്കൊണ്ട് ജീവിക്കുക. കഠിനാധ്വാനം ചെയ്യുക, സ്വത്ത് സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, സ്വത്ത് വിറ്റ് നശിപ്പിക്കാതിരിക്കുക. നമ്മുടെ മക്കൾക്ക് ചെറുപ്പം തൊട്ട് ഉയർന്നു പോകണമെന്നൊരു ജീവിത വീക്ഷണം നൽകുക. സമഗ്രമായ വികാസത്തിനുള്ള സന്ദേശങ്ങൾ നമ്മൾ മക്കൾക്ക് നൽകുക. അതെ, ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചാൽ സർവോപരി ഭാരതത്തിന്റെ അന്തരാത്മാവ് എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയിക്കുക. ചെറിയ നാളുതൊട്ട് തന്നെ ഭാരതത്തിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കാൻ അവരെ പഠിപ്പിക്കുക. എന്തൊക്കെ ഉണ്ട്. ചെറിയ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുക. വലിയ ആശയങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. കുട്ടികളെ എന്നിരിക്കൂ, നമുക്ക് മാണ്ഡവ്യോപനിഷത്ത് പഠിക്കാം, അല്ലെങ്കിൽ ബ്രഹ്മസൂത്ര ഭാഷ്യം പഠിക്കാം. അതൊന്നും വേണ്ട. ചെറിയ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആയുർവേദത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, ധനുർവേദത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും വൈജ്ഞാനിക ശാഖകളിൽ എത്ര അത്യുന്നതമായ പദവിയായിരുന്നു നമ്മൾ എത്തിയത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതിന് കുട്ടികളെ ആകർഷിക്കാനുള്ള ഉപായങ്ങൾ ചെയ്യാം. ഒരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. ചെറിയൊരു ദൃഷ്ടാന്തം. ഋഷീശ്വരന്മാരുടെ വീക്ഷണത്തിന്റെ സമഗ്രതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വലിയ സ്വാധീനം ചെയ്യുന്നുണ്ട്. ഒരു ദൃഷ്ടാന്തം, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോടുള്ള വളരെ പ്രഗത്ഭനായൊരു കാർഡിയോളജിസ്റ്റ് ആശ്രമത്തിൽ വന്നു. ഞങ്ങൾ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതിന്റെ കുറച്ചപ്പുറത്തായിട്ടൊരു വിദ്യാർത്ഥിയുണ്ട്. കോളേജ് വിദ്യാർത്ഥിയാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആശ്രമത്തിൽ ഒരു തുമ്പുണ്ട്. ആ തുമ്പിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ എന്തോ സംസാരിച്ചപ്പോൾ നമ്മൾ അറിയാത്തതുപോലെ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഈ കാർഡിയോളജി എന്തിനെ സംബന്ധിക്കുന്നതാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാർട്ടിനെ സംബന്ധിക്കുന്നതാ സ്വാമി. ഓ, ഹാർട്ടില്ലേ? എന്താ ഇപ്പൊ ഹാർട്ട്? ഈ ഹാർട്ട് എന്നുള്ള പേരെങ്ങനെയാ വന്നേ? ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് തന്നെ. എന്താണ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ? ഹാർട്ട് തന്നെ. സ്വാമിക്കറിയില്ലേ രക്തം പമ്പ് ചെയ്യുന്ന? അത്രയേ ഉള്ളൂ. എങ്ങനെയാ ഹാർട്ട് എന്ന പേര് തന്നെ? അത് ഹാർട്ട് തന്നെ സ്വാമി, അതങ്ങനെയാണ് പേര്.
ഹാർട്ട് ഇന്നതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ രക്തത്തെ പമ്പ് ചെയ്യുന്ന ഒരു സ്ഥാനവിശേഷം, അവയവവിശേഷം എന്ന് പറഞ്ഞു കൊടുക്കണല്ലേ. എന്നാല് സംസ്കൃതത്തില് ഇതിന് ഹൃത്തെന്നും ഹൃദയമെന്നും പേരുണ്ട്. ഹൃത്ത് എന്നുള്ള ശബ്ദത്തിന്റെ കൂടെ സ്വാർത്ഥത്തിൽ അണുപ്രത്യയം വന്നാലാണ് ഹാർത്ത് എന്നാവുക. ഈ ഹാർട്ട് എന്നുള്ളത് ഹാർത്ത് എന്താണത്? ഹൃത് ശബ്ദത്തിൽ സ്വാർത്ഥത്തിൽ അണുപ്രത്യയം വന്നാലാണ് ഹൃത്ത് ഹാർട്ടാവും. എന്താ ഹൃത്ത് എന്ന് പറഞ്ഞാല്? അർത്ഥം തേടി ആരെടുത്തേക്കും പോണ്ട. ഹൃ എന്ന് പറഞ്ഞാൽ ഹരിക്കുക, ദു എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അപ്പൊ ദേഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന രക്തത്തെ ഹരിക്കുന്നത്, അതിനുശേഷം ദേഹം മുഴുവൻ കൊടുക്കുന്നതാരോ അയാളുടെ പേര് ഹൃ പ്ലസ് ദ് ഹൃത്. ഇനി കുറച്ചുകൂടി ഇതിന്റെ ധർമ്മത്തെ വിപുലമായി പറഞ്ഞാൽ നമുക്ക് ഹൃദയം എന്ന് പറയാം. ഹൃ പ്ലസ് ദ് പ്ലസ് യ. ഹൃ ഹരിക്കുക, ദ ദാനം ചെയ്യുക, യ പ്രാപണേ. ഹൃ ഹരണേ, ദ ദാനേ, യ പ്രാപണേ. ശ്രദ്ധിക്കുക. ഹൃ ധാതു ഹരണേ, ദ ധാതു ദാനേ, യ ധാതു പ്രാപണേ. അപ്പൊ എന്തായി? ഹൃദയം എന്ന് പറയുമ്പോൾ ഒരർത്ഥം പൂർണ്ണമായി കിട്ടി. ഹൃദയം ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ദേഹമാസകലം വ്യാപിച്ച രക്തത്തെ ആഗിരണം ചെയ്യുന്നതും അതിനെ ദേഹം മുഴുവൻ പമ്പ് ചെയ്യുന്നതും തദ്വാര ശക്തിയെ, ഊർജത്തെ പ്രാപിപ്പിക്കുന്നതും ആരോ അയാൾ ഹൃദയം. ഒരു പേരിന്റെ സമഗ്രത നോക്കൂ. ഇങ്ങനെയായെല്ലാം ഞാനിപ്പോ ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ കണ്ടില്ലേ? ഇങ്ങനെ കണ്ട് എന്നൊക്കെ പറഞ്ഞു. അയാൾ പോട്ടെ, എന്തായാലും മധ്യവയസ്സ് കഴിഞ്ഞ ആളാണ്, നമുക്ക് താല്പര്യമായ ആളല്ല. ഈ കുട്ടിക്ക് വലിയ താല്പര്യമായി. ചെറുപ്പക്കാരാ ഇങ്ങനെയൊക്കെയല്ലോ നമ്മുടെ, അതെങ്ങനെയൊക്കെയാണ്? അതിന്റെ സമഗ്രത മനസ്സിലാക്കണം. അപ്പൊ ഈ സമഗ്രമായ കാഴ്ചപ്പാട് പുറത്തേക്ക് വരണമെങ്കിൽ അതൊരു സമഗ്രമായ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നേ വരുള്ളൂ. ഈ സമഗ്രമായ ബുദ്ധിയും മനസ്സും നമുക്ക് വേണം. ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മാത്രം ഒതുങ്ങിയാൽ പോരാ, നമ്മുടെ സമഗ്രമായ ശാസ്ത്രങ്ങളെ പഠിക്കാൻ തയ്യാറാവണം. എപ്പോഴാ സ്വാമി ആശ്രമത്തിൽ പഠിക്കാൻ സന്ദർഭമുള്ള? അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരൂ. നമ്മൾ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞാൽ വരാനും തുടങ്ങി. അത് ക്ലാസ്സിന് വന്നു എന്നുള്ളതല്ല പറയുന്നത്. ഈ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഫലമുണ്ട്. ചരകസംഹിതയിൽ രക്തപര്യയനത്തിന്റെ സമ്പൂർണമായ വ്യവസ്ഥകളെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ സ്കൂളില് ശാപ്പാടിന് ശമ്പളം വാങ്ങാൻ വില്യം ഹാർവേ രക്തപര്യയനം കണ്ടുപിടിച്ചു എന്ന് പഠിപ്പിക്കുമ്പോൾ ഒന്ന് ചരകന്റെ പേരൊന്ന് പറഞ്ഞു വിട്ടൂടെ? എന്താ കുഴപ്പം? വില്യം ഹാർവേ മോശക്കാരനാണല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരിക്കലും അല്ല. അദ്ദേഹം മഹാനായൊരു ഗവേഷകനാണ്, ശാസ്ത്രകാരനാണ്. പക്ഷേ ഏതായാലും അതിനൊരു 3000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ചരകൻ സംഹിത എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിൽ സംസ്കൃത ഭാഷയിൽ ശുദ്ധമായി രക്തപര്യയനത്തിന്റെ വ്യവസ്ഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന പോലെയാണ് രക്തം പര്യയനം ചെയ്യുന്നതെന്ന്. അപ്പൊ ഒന്ന് ചരകനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ നമുക്ക്? നമുക്ക് കാമശാസ്ത്രത്തെക്കുറിച്ച്, സെക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാത്സ്യായന മഹർഷി ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ഇക്കണോമിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചാണക്യനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ചിന്തിക്കുക. ഇങ്ങനെ നമ്മളെല്ലാം പരിശ്രമിച്ചാൽ, ഈ പരിശ്രമം എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇത് സന്യാസിയുടെ പണിയല്ല, ഇത് ഗൃഹസ്ഥന്റെ പണിയല്ല, ബ്രഹ്മചാരിയുടെ പണിയല്ല, വാനപ്രസ്ഥന്റെ പണിയല്ല, എല്ലാവരുടെയും പണിയാണ്. നമ്മളെല്ലാവരും ഒത്തുവിനെ പരിശ്രമിച്ചാൽ നിശ്ചയമായും ഭാരതത്തിന്റെ തനത് വ്യക്തിത്വത്തെ, അതിന്റെ മഹിമയെ, സമഗ്രതയെ വരും തലമുറ ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊള്ളുന്നത് മാത്രമേ പൗരസൃഷ്ടിക്ക് കാരണമാകൂ. അങ്ങനെ പൗരൻ രൂപപ്പെട്ടാലേ രാഷ്ട്രം സ്വതന്ത്രമാക്കൂ. സംശയമൊന്നുമില്ല. നമുക്ക് കൃത്യസമയത്തിന് ഒത്തുചേർന്ന് തുടർന്ന് ചിന്തിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.